ബിഗ് ബോസ് മലയാളം സീസൺ 6 വീക്കെൻഡ് എപ്പിസോഡിൽ ഇന്നലെ നമ്മുടെ ലാലേട്ടൻ വന്നിട്ട് ആ ഒരു യെല്ലോ കാർഡ് കൊടുത്തത് അഭിഷേക് ശ്രീകുമാറിനായിരുന്നു. അതായത് നമ്മൾ മുൻപുള്ള ഒരു വീഡിയോയിൽ തന്നെ പറഞ്ഞിരുന്നു അഭിഷേക് ശ്രീകുമാറിനാണ് ഒരുപക്ഷെ ഒരു യെല്ലോ കാർഡ് കിട്ടാൻ സാധ്യതയുള്ളത് എന്നുള്ളത്. കാരണം കമ്മ്യൂണിറ്റിക്ക് എതിരെ സംസാരിച്ചു എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ അത് ലാലേട്ടൻ ചോദിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ നമുക്ക് ഏകദേശം കൺഫേം ആയിരുന്നു അത് അഭിഷേക് ശ്രീകുമാറിനെ ഉദ്ദേശിച്ചുകൊണ്ടാണ് പറഞ്ഞത് എന്നുള്ളത്. അപ്പോൾ ലാലേട്ടൻ ആദ്യം തന്നെ വന്നിട്ട് ഈ ഒരു യെല്ലോ കാർഡ് എടുത്തിട്ട് പറയുകയാണ്, ഈ ഒരു കാർഡ് എന്ന് പറയുന്നത് ഒരു ലാസ്റ്റ് വാർണിംഗ് ആണ്. അതായത് ഈ കാർഡ് തന്നതിന് ശേഷം ഇനി ഒരു വാർണിംഗ് വരികയാണെങ്കിൽ ആ ഒരു വ്യക്തിക്ക് റെഡ് കാർഡ് ആയിരിക്കും കിട്ടുന്നത്. അങ്ങനെ കിട്ടുന്ന വ്യക്തിക്ക് യാതൊരു കാരണവശാലും ഈ ഒരു ഷോയിൽ തുടരാൻ സാധിക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ അഭിഷേക് ശ്രീകുമാറിന് ആ ഒരു കാർഡ് കൊടുക്കുകയാണ്. നിങ്ങൾ ആ ഒരു കമ്മ്യൂണിറ്റിക്ക് എതിരെ സംസാരിച്ചതിനാണ് ഈ ഒരു ശിക്ഷ എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു കാർഡ് കൊടുക്കുന്നു. ഇനി റെഡ് കാർഡ് കിട്ടുകയാണെങ്കിൽ ഷോയിൽ നിന്നും തിരിച്ച് എന്നോടൊപ്പം ഇങ്ങോട്ട് വരേണ്ടി വരും. ഇത് എൻ്റെ മോൾഷനും എനിക്കും അതുപോലെ തന്നെ ഏഷ്യാനെറ്റിനൊക്കെ വല്ലാതെ ബുദ്ധിമുട്ടുണ്ടാക്കിയ ഒരു കാര്യമാണ്. കാരണം പുറത്തും പ്രേക്ഷകർ ഒരുപാട് കോളിളക്കം സൃഷ്ടിച്ച ഒരു കാര്യം തന്നെയായിരുന്നു ഇത്. ഒരുപാട് പ്രേക്ഷകർ പിന്തുണ പ്രഖ്യാപിക്കുകയും അതേസമയം തന്നെ മറ്റു പല പ്രേക്ഷകരും ഇതിനെ എതിർത്തുകൊണ്ട് രംഗത്തും വന്നിരുന്നു. അതുകൊണ്ട് തന്നെ തീർച്ചയായും അത് ചോദിച്ചു. പക്ഷെ എനിക്കിതിൽ പറയാനുള്ളത്, അഭിഷേക് ഒരിക്കലും ഒരു കമ്മ്യൂണിറ്റിയെ തികഴ്ത്തിക്കൊണ്ട് സംസാരിച്ചിട്ടില്ല. അദ്ദേഹം തന്നെ അത് എടുത്തു പറയുന്നുണ്ട്. ഒരിക്കലും ഒരു കമ്മ്യൂണിറ്റിയെ താഴ്ത്തിക്കെട്ടിക്കൊണ്ടല്ല ഞാൻ സംസാരിച്ചത്. അതായത് ആ ഒരു കമ്മ്യൂണിറ്റിയിൽ കുറച്ച് ടോക്സിക് ആയിട്ടുള്ള ആളുകൾ, അത്തരത്തിലുള്ള വ്യക്തികളെ അവർ ചെയ്യുന്ന ഓരോ ചെയ്തികളെയാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ ഒരിക്കലും ആ ഒരു കമ്മ്യൂണിറ്റിയെ അല്ല ലാലേട്ട സോറി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ലാലേട്ടൻ തന്നെ പറഞ്ഞിട്ട് സോറി കൊണ്ട് ഒരിക്കലും അവസാനിപ്പിക്കാൻ പറ്റുന്ന ഒരു കാര്യം അല്ല എന്നുള്ളത് പറയുന്നുണ്ട്. കാരണം പുറത്ത് ഇത്രയധികം പ്രേക്ഷകർ ഡിസ്കസ് ചെയ്ത ഒരു കണ്ടന്റ് ആയതുകൊണ്ട് തന്നെ തീർച്ചയായും ബിഗ് ബോസ് അത് ചോദിക്കും. പക്ഷെ അഭിഷേക് പറഞ്ഞ ആ ഒരു നിലപാട്, വ്യക്തിപരമായ നിലപാടുകൾ അഭിഷേകിനുണ്ട്. തീർച്ചയായും അദ്ദേഹം അത് പറഞ്ഞു. പക്ഷെ ഒരു കമ്മ്യൂണിറ്റിയെ എതിർത്തുകൊണ്ട് സംസാരിച്ചു എന്ന് എനിക്ക് പേഴ്സണലി തോന്നിയില്ല. അതിലെ ടോക്സിക് ആയിട്ടുള്ള വ്യക്തികളെയാണ് അഭിഷേക് ശ്രീകുമാർ ഉദ്ദേശിച്ചത്. എന്തായാലും അഭിഷേകിന് യെല്ലോ കാർഡ് കിട്ടിയിരിക്കുകയാണ്. ഇനിയും സൂക്ഷിച്ചില്ലെങ്കിൽ റെഡ് കാർഡ് കിട്ടുന്നതായിരിക്കും. സോ പ്രേക്ഷകർക്ക് എന്താണ് ഈ ഒരു യെല്ലോ കാർഡുമായി നിങ്ങൾക്ക് പ്രതികരിക്കാനുള്ളത്? നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ അറിയിക്കുക. ബിഗ് ബോസ് മലയാളം സീസൺ 6 കൂടുതൽ ലൈവ് അപ്ഡേറ്റുമായി വീണ്ടും നമ്മൾ കൂടിച്ചേരുന്നതായിരിക്കും.